ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക്ക് യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഡെഫിനിഷനാണ്. നോക്കിയിട്ട് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ സെറ്റ്സ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ എനി ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ് തിയറി ആർ അസ്യൂംഡ് ടു ബിലോങ് ടു സം ഫിക്സഡ് ലാർജ് സെറ്റ് ഈസ് കോൾഡ് ദ യൂണിവേഴ്സൽ സെറ്റ്. വി ഡിനോട്ട് ബൈ യു. അതായത് സെറ്റ് തിയറിക്കകത്ത് നമ്മൾ ഏതൊരു സെറ്റിനെ കൺസിഡർ ചെയ്താലും അതിൻ്റെ എല്ലാം ലാർജായിട്ട് വരുന്ന ഒരു ഫിക്സഡ് സെറ്റ് ഉണ്ടായിരിക്കും. ആ ഫിക്സഡ് സെറ്റിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കുന്നു. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ യു എന്ന് പറയുന്ന ഒരു സിമ്പൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. നമ്മൾ യു എന്ന് പറയുന്ന ഒരു സെറ്റിനെ നമ്മൾ 1 2 3 യു ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 10 എന്ന് നമ്മൾ യു എന്ന് പറയുന്ന ഒരു സെറ്റിനെ എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റിനെ ഡിഫൈൻ ചെയ്യാം. എയ്ക്കകത്തെ എലമെന്റ്സ് ആയിട്ട് ആരൊക്കെ വരും? എ ഇസ് ഈക്വൽ ടു 2 4 6 8 10 എയിലെ എലമെന്റ്സ് ആയിട്ട് വരുന്നു. ബി എന്ന് പറയുന്ന വേറൊരു സെറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ബിയിലെ എലമെന്റ്സ് ആയിട്ട് നമുക്ക് 1 3 5 7 9 ബിയിലെ എലമെന്റ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം. സി എന്ന് പറയുന്ന വേറൊരു സെറ്റ് നമ്മൾ എടുക്കുന്നു, 3 6 9 എന്ന് എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ എ ബി സി ഏത് സെറ്റുകൾ ഡിഫൈൻ ചെയ്താലും അതിനകത്തെ എലമെന്റ്സുകളെല്ലാം എവിടെയുള്ളതായിരിക്കും? ഈ യു എന്ന് പറയുന്ന ഫിക്സഡ് സെറ്റിലുള്ളതായിരിക്കും. അപ്പം യു എന്താണ്? അവിടെ യൂണിവേഴ്സൽ സെറ്റ് ആണ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഏത് സെറ്റ് കൺസിഡർ ചെയ്താലും ആ സെറ്റിനകത്തെ എലമെന്റ്സുകളെല്ലാം ഈ യു എന്ന് പറയുന്ന ഫിക്സഡ് സെറ്റിലുള്ളതായിരിക്കും. അവിടെ യു എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു പ്രോപ്പർട്ടിയാണ് പഠിക്കാനുള്ളത്. എം ഡി സെറ്റിന്റെ ഡെഫിനിഷൻ. ഓൾറെഡി നമ്മൾ എം ഡി സെറ്റിന്റെ ഡെഫിനിഷൻ നേരത്തെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്താണ്. ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നുള്ളതേ ഉള്ളൂ. സെറ്റ് വിത്ത് നോ എലമെന്റ്സ് ഇല്ലാത്ത സെറ്റിനെ വിളിക്കുന്നവരാണ് എം ഡി സെറ്റ് അല്ലെങ്കിൽ നൾ സെറ്റ്. ഡിനോട്ട് ചെയ്ത സിമ്പിൾ പൈ ആണ്. എം ഡി സെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു സെറ്റ് എടുത്താലും അതിൻ്റെ തന്നെ സബ്സെറ്റ് ആയിരിക്കും എം ഡി സെറ്റ്. അപ്പം നമുക്ക് 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് പറയാം. ഇനി ഏതൊരു സെറ്റ് എ എടുത്താലും അത് ആരുടെ സബ്സെറ്റ് ആണ്? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പം ഇത് രണ്ടുകൂടെ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? 5 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണ്. എ ആരുടെ സബ്സെറ്റ് ആയിരിക്കും? യുവിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതാണ് തൊട്ടുതാഴെ നമ്മൾ ഒരു തിയറം പറഞ്ഞേക്കുന്നത്. ഇനി എം ഡി സെറ്റിന്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ഒരു എക്സാമ്പിള്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ പോസിറ്റീവ് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു 3. അതായത് ഇത് സെറ്റ് ബിൽഡർ പ്രോപ്പർട്ടിയാണ്. ഇതിനകത്തെ എലമെന്റ്സുകൾ ഏതൊക്കെ കിട്ടും നമുക്ക് നോക്കാം. എക്സിന്റെ പ്രത്യേകത തന്നെ എക്സ് പോസിറ്റീവ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു. പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ എക്സ് 1 2 3 4 5 6 എക്സെട്ര ഇതിലേതെങ്കിലും ഒന്നാകണം. അതിൻ്റെ കൂടെ അതിനൊരു പ്രോപ്പർട്ടി കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ സ്ക്വയർ എടുത്താൽ 3 ആകണം. ആദ്യത്തേത് 1 ആണ്. ആദ്യത്തെ പോസിറ്റീവ് 1 ആണ്. 1ന്റെ സ്ക്വയർ 3 ആണോ? അല്ല. അടുത്ത പോസിറ്റീവ് 2 ആണ്. അതിന്റെ സ്ക്വയറും 3 അല്ല. അല്ലെ, 2 സ്ക്വയർഡ് 4 അല്ലേ. പിന്നെ 3 എടുത്താൽ 3 സ്ക്വയർഡിന് അങ്ങോട്ടുള്ള എല്ലാം സ്ക്വയർ എടുക്കുമ്പോൾ വലുതായി പോകത്തില്ലേ. അപ്പം ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പോലും ഇല്ല, സ്ക്വയർ 3 ആകുന്നു. അപ്പം ഇതിനകത്ത് എലമെന്റ്സ് ഉണ്ടോ? എലമെന്റ്സ് ഇല്ല. അപ്പം ഇത് എന്ത് സെറ്റാണ്? എം ഡി സെറ്റ് ആയിരിക്കും. ഓക്കെ, എം ഡി സെറ്റ് ഏത് സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. അതുപോലെ ഏതൊരു സെറ്റ് എടുത്താലും അത് യൂണിവേഴ്സൽ സെറ്റിന്റെയും സബ്സെറ്റ് ആയിരിക്കും. അതാണ് നമ്മൾ തൊട്ട് താഴെ ഒരു തിയറമായിട്ട് കൊടുത്തേക്കുന്നത്. ഫോർ എനി സെറ്റ് വി ഹാവ് 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു ആണെന്ന് തെളിയിക്കണം. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഈ തിയറമാണ് തെളിയിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ ആണെന്ന് തെളിയിക്കുന്നു. രണ്ടാമത്തെ പാർട്ട് നമ്മൾ എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു എന്ന് തെളിയിക്കുന്നു. ഈ തിയറം നമുക്ക് എക്സാമിന് പ്രൂഫ് ചോദിക്കാം. 2 മാർക്കിന് പ്രൂഫായിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, നോക്കിയാട്ടെ. അപ്പോൾ ആദ്യം നമ്മൾ തെളിയിക്കാൻ വന്ന് 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്നാണ്. സബ്സെറ്റിന്റെ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, സബ്സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് പറയണമെങ്കിൽ 5കകത്തെ ഏതൊരു എലമെന്റ് എടുത്താലും അത് എവിടെ ഉണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. പക്ഷേ 5കകത്ത് എലമെന്റ്സുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 5കകത്ത് ഒരു എലമെന്റ്സും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് 5കകത്ത് എലമെന്റ്സ് എയിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഓൾറെഡി സബ്സെറ്റിന്റെ കണ്ടീഷൻ പ്രൂവ്ഡ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ എന്ന് പറയാൻ സാധിക്കും. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എം ഡി സെറ്റ് 5 എന്ന് പറഞ്ഞാൽ ഈസ് എ സബ്സെറ്റ് ഓഫ് എനി സെറ്റ് എ ആണ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം 5കകത്ത് എന്തില്ല? ഒരു എലമെന്റ്സ് പോലും 5കകത്തില്ല. അതുകൊണ്ട് അത് പോസിബിളി വയലേറ്റ് ദ സബ്സെറ്റ് കണ്ടീഷൻ ആയിരിക്കും. അതായത് ഫോർമലി എനി എലമെന്റ് എക്സ് എലമെന്റ് ഓഫ് എ സബ്സെറ്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് 5കകത്ത് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എവിടെയും കാണാം? എയ്ക്കകത്ത് കാണാം. എങ്കിലേ എന്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ? സബ്സെറ്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ. പക്ഷേ 5കകത്ത് ഒരു എലമെന്റ്സ് പോലും ഇല്ലാത്തത് കൊണ്ട് ഈ കണ്ടീഷൻ വെക്കൽസ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 5 സബ്സെറ്റ് ഓർ ഈക്വൽ ടു എ ആണെന്ന് പറയാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പാർട്ട് നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പം എ സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു എന്ന് പറയുമ്പോൾ യുവിനെ നമ്മളിവിടെ ആരായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്? യു യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റ് അതിനകത്ത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സുകളെയും കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റാണ് ആര്? യൂണിവേഴ്സൽ സെറ്റ്. അപ്പം ഈ എയ്ക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ഉറപ്പായിട്ടും ഇവിടെ കാണും. ബൈ ഡെഫിനിഷൻ അനുസരിച്ച്
യു യൂണിവേഴ്സൽ സെറ്റ് ആണെങ്കിൽ എയിലുള്ള എല്ലാ എലിമെന്റ്സും ഡെഫിനിഷൻ അനുസരിച്ച് എവിടെയുണ്ട്, യുവിലുണ്ട്. അപ്പോൾ എയിലെ ഏത് എലമെന്റ് എടുത്താലും യുവിലുള്ളതുകൊണ്ട് ബൈ ഡെഫിനിഷൻ എ ആരുടെ സബ്സെറ്റ് ആയിരിക്കും, എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു ആയിരിക്കും. ഓക്കെ, അതാണ് പ്രൂഫ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡെഫിനിഷൻസ്. ഡിസ്ജോയിന്റ് സെറ്റിന് ഡെഫിനിഷനാണ്. ഡിസ്ജോയിന്റ് സെറ്റ് നമുക്ക് ഉറപ്പായിട്ടും മീനിങ്ങിന് തന്നെയാണ് ഡിസ്ജോയിന്റ് ആണ്. അതായത് രണ്ട് സെറ്റ് എയും ബിയും ഡിസ്ജോയിന്റ് ആണെന്ന് പറഞ്ഞാൽ ആ രണ്ട് സെറ്റിനും എന്ത് കാണത്തില്ല, കോമൺ എലമെന്റ്സ് കാണത്തില്ല അല്ലേ, എലമെന്റ്സ് കോമൺ ആയിട്ട് കാണത്തില്ല. എക്സാമ്പിൾ നോക്കിയേ, എ ഇസ് ഈക്വൽ ടു 1 2, ബി ഇസ് ഈക്വൽ ടു 4 5 6, സി ഇസ് ഈക്വൽ ടു 5 6 7 8. എയും ബിയും നോക്കിയേ, എയ്ക്കകത്തും ബിക്കകത്തും കോമൺ എലമെന്റ്സ് ഉണ്ടോ, ഇല്ല. അപ്പോൾ എയും ബിയും എന്താണ്, ഡിസ്ജോയിന്റ് ആണ്. ഇനി എയും സിയും നോക്കിയേ, എയ്ക്കകത്തും സിക്കകത്തും കോമൺ എലമെന്റ്സ് ഉണ്ടോ, ഇല്ല. അപ്പോൾ എയും സിയും എന്താണ്, ഡിസ്ജോയിന്റ് ആണ്. അതേസമയം ബിയും സിയും നോക്കിയേ, ബിക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ഇല്ല, ബിയിലെ 5ഉം 6ഉം എവിടെയുണ്ട്, സിയിലുണ്ട്. അപ്പം ബിയും സിക്കകത്ത് കോമൺ എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഡിസ്ജോയിന്റ് ആണോ, ബിയും സിയും ഡിസ്ജോയിന്റ് അല്ല. ഇനി നോക്കിയേ, അപ്പം എയ്ക്കകത്ത് ഒരു എലമെന്റ്സ് പോലും ബിക്കകത്തില്ല. അപ്പം എ ബിയുടെ സബ്സെറ്റ് ആണോ, എ ബിയുടെ സബ്സെറ്റും അല്ല, തിരിച്ച് ബി എയുടെയും സബ്സെറ്റ് അല്ല. ഓക്കെ, അതേപോലെ എ ആരുടെ സബ്സെറ്റ് അല്ല, എയും ബിയും ഡിസ്ജോയിന്റ് ആണ്. അപ്പം എ സിയുടെയും സബ്സെറ്റ് അല്ല, തിരിച്ച് സി ആരുടെയും സബ്സെറ്റ് അല്ല, എയുടെയും സബ്സെറ്റ് അല്ല. ഇനി ബിക്കകത്തുള്ള എലമെന്റ്സ് എവിടെയുണ്ട്, എയിലുണ്ട്. പക്ഷെ എല്ലാ എലമെന്റ്സും ഉണ്ട്, ബിയിലെ 4 സിയിലില്ല. അപ്പം ബി സിയുടെ സബ്സെറ്റ് ആണ്, ബി ആരുടെ സബ്സെറ്റ് അല്ല, സിയുടെയും സബ്സെറ്റ് അല്ല, തിരിച്ച് സിയും ബിയുടെ സബ്സെറ്റ് അല്ല. ഓക്കെ, ഇനി എയിലും ബിയിലും കോമൺ എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് എയും ബിയും ഡിസ്ജോയിന്റ് ആണ്. അതേപോലെ എയും സിയും ഡിസ്ജോയിന്റ് ആണ്. പക്ഷേ ബിക്കകത്തും സിക്കകത്തും കോമൺ എലമെന്റ്സ് 5ഉം 6ഉം ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ഡിസ്ജോയിന്റ് ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തല്ല, സബ്സെറ്റ് അല്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്, എ ബിയുടെ സബ്സെറ്റ് അല്ല, ബി എയുടെ സബ്സെറ്റ്. രണ്ട് സെറ്റ് ഡിസ്ജോയിന്റ് ആണെന്നാൽ അവ പരസ്പരം സബ്സെറ്റും ആകത്തില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വെൻ ഡയഗ്രാം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.